ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചാലഞ്ചിങ് വീഡിയോ ആണ്. ആദ്യം തന്നെ ഉണ്ട് ഈ 2 പാട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ചാലഞ്ചിനോട്ട് കിടക്കാം. ആദ്യത്തെ പാട്ടിന്റെ മാവേലിയുടെ ഒരു പാട്ടാണ്. മാവേലി പണ്ട് നടവാനിരുന്നപ്പോൾ മനുഷ്യ എല്ലാവർക്കും സെമായിട്ടേ. അടുത്തത് എന്റെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു പാട്ടാണ്. ചപ്പി ചീസ് ഡിംബിൻ റോസിലി വിത്തിൻ കോളി ഹെയർ വേലി ഫെയർ ഐസ ബ്ലൂ ലൗലി ടു ടീച്ചേഴ്സ് പാൻ ദിസ് ദാറ്റ് യു യെസ് യെസ് യെസ്. ഇതാണ് എന്റെ പാട്ട്. അപ്പൊ നമുക്ക് നേരെ ചാലഞ്ചിലോട്ട് കിടക്കാം. അപ്പൊ ഗായ്സ്, നമ്മുടെ ഗെസ്സിംഗ് വീഡിയോ തുടങ്ങുകയാണ്. ചാലഞ്ചിങ് വീഡിയോ അല്ല, ഗെസ്സിംഗ് വീഡിയോ ആണ്. അപ്പൊ അച്ചായി എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊണ്ട് ഈ പാത്രത്തിൽ ഈ പ്ലേറ്റിൽ വെക്കും. അപ്പൊ ഞാൻ ഈ ഒരു സാധനം കൊണ്ട് കെട്ടിയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് ഗിഫ്റ്റ് ആയി കിട്ടും. പിന്നെ ഞാൻ എല്ലാത്തിനും കാച്ചായിട്ട് പാനയ്ക്ക് ലാസ്റ്റ് റൗണ്ടില് ഒരു ഗിഫ്റ്റ് കിട്ടും, വലിയൊരു ഗിഫ്റ്റ് കിട്ടും. അത് ലാസ്റ്റ് പറയാം ഞാൻ. അപ്പോ നമുക്ക് ചാലഞ്ചിങ് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഗൈസ്, ദേ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാവയുടെ കണ്ണ് പൊത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്തിട്ടാണ് ആ പാത്രത്തിലേക്ക് വെക്കണത്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാവക്ക് ഇതിൽ നിന്നൊരു ചോക്ലേറ്റ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗസ്സിങ് ചലഞ്ചാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് ഐറ്റം വെച്ചിട്ടുണ്ട് കേട്ടോ. വാവ ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. വാവ നോക്കിക്കോ. ആ, മണത്ത് നോക്കാം. ഇവിടെ സ്റ്റിക്കർ ഉണ്ട്. ആപ്പിൾ. ആ, തുറന്നു നോക്കിക്കോ. ആപ്പിൾ. ഫസ്റ്റ് മിഠായി. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ വാവ ജയിച്ചു, ഒരു ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, രണ്ടാമത്തെ ഐറ്റം വെച്ചിട്ടുണ്ട് കേട്ടോ. വാവയെ നോക്കിക്കോ. എന്താണെന്ന് പറ. എന്താ തോന്നുന്നു പിടിച്ചിട്ട് നെങ്ങുന്നുണ്ട് ചെറുതായിട്ട്. എനിക്ക് ഒരു സാധനം മനസ്സിൽ വന്നിട്ടുണ്ട്. എന്താണ്? തക്കാളി. ഉറപ്പിച്ചാ? ഉറപ്പിച്ച്. എന്നാ തുറന്നു നോക്ക്. കെട്ടയച്ചോ? അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ വാവ ജയിച്ചു, ഒരു ചോക്ലേറ്റ് എടുത്തോ. അപ്പൊ ഗൈസ്, ദേ മൂന്നാമത്തെ റൗണ്ടാണ്. 2 വാവ റെഡിയാക്കി. ആ, എടുത്തോ, നോക്കിക്കോ. നീട്ടത്തിലിരിപ്പുണ്ട്, പുറകിലെന്തോ ഉള്ള പോലെ ഉണ്ട്. നീട്ടത്തില് ഞാൻ വിചാരിക്കുന്ന ഏതോ 2 ആണ്. എന്ത്? ഏതാ പറഞ്ഞോ. തെക്കാൻ പറ്റില്ല. കട്ടിയുണ്ട്, പുറകിൽ എന്തോ ഇതുപോലെ ഉണ്ട്, നീട്ടമുണ്ട്. അപ്പൊ ഊഹിച്ചത് ഞാൻ ഉറപ്പിച്ചാ? ആലോചിക്കട്ടെ. ഉറപ്പിച്ച BS. തുറന്നു നോക്കി. ഗോൾഡ്. മൂന്നാമത്തെ റൗണ്ടിലും വാവ ജയിച്ചു. ഇനി അടുത്തത് നോക്കാം. 3 റൗണ്ട് വാവ ജയിച്ചു കേട്ടോ. ഇത് 4ാമത്തെ റൗണ്ടാണ്. ആ, നോക്കിക്കോ. മാതളങ്ങ. ഉറപ്പിച്ചാ? ശരിക്കും ആലോചിച്ച് നോക്കിയ മാതളങ്ങ തന്നെയാണോന്ന്. അതെ, പുറകി ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന സാധനം മാതളങ്ങ. എന്നാ കണ്ണ് തുറന്ന് നോക്കിക്കോ. മാതളങ്ങ. ആൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം അറിയാട്ടോ. അത് കാരണം പെട്ടെന്നെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ ആളൊന്ന് പൊങ്ങി. ഇപ്പൊ പാടിയത് ഞങ്ങൾ ഏതാണ് എല്ലാ
ഇത് ഏതിലെ പാട്ടാ? മറ്റേത്. വെക്കട്ടെ? ആ. ഇത് കുറച്ച് പാടുള്ളതാണ് കേട്ടാ. ഇതെന്തായാലും വാവ തോക്കാനാ ചാൻസ്. ആ നോക്കിക്കോ. എന്താ വെള്ളം മണത്തോട്ടെ. ആ പച്ചമാങ്ങ, മാംഗോ, പച്ച മാംഗോ, ഏ പച്ച മാംഗോ, ഉറപ്പിച്ചാ? ഉറപ്പിച്ചു. തെറ്റിക്കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് തിരിച്ചെടുക്കൂട്ടാ. ആ എന്നാ തുറന്നു നോക്കിക്കോ. പച്ചമാങ്ങ. വീണ്ടും കിട്ടി ചോക്ലേറ്റ്. സിമ്പിളായി പോയില്ലേ? കുറച്ച് സിമ്പിളായി. ഗൈസ്, അപ്പോൾ നമ്മുടെ 5 റൗണ്ട് കഴിഞ്ഞു കേട്ടോ. 5ലും വാവ ജയിച്ചു. വാവക്ക് ഇത് അത്ര പാടുള്ള കളിയായിട്ട് തോന്നണില്ല. സാധനങ്ങളൊക്കെ വാവ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അടുക്കളയിൽ ഇരിക്കണത്. അത് കാരണം പുള്ളിക്ക് പെട്ടെന്ന് പറയാൻ പറ്റണുണ്ട്. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിൽ കുറച്ചും കൂടി ടഫായിട്ട് ആളെ കാണിക്കാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നോക്കാം കേട്ടോ. പിന്നെയുള്ളതും കുറച്ച് എളുപ്പമുള്ള സാധനങ്ങളാണ്. മിക്കവാറും വാവക്ക് കിട്ടുമായിരിക്കും. എന്തായാലും നോക്കിക്കോ വാവേ. എന്താ? പേരക്ക ചളങ്ങിയിരിക്കുന്നു. പേരക്ക ചളങ്ങിയിരിക്കുന്നു. ഉറപ്പാണാ? അളപ്പ് ചളങ്ങിയിരിക്കുന്നു. പേരക്ക തന്നെ. തുറന്നു നോക്കിക്കോ. പേരക്ക. എനിക്ക് മനസ്സിലായി, ചക്ക. 6ാമത്തെ റൗണ്ടും ജയിച്ചു. ഇനി 4 കൂടി ഉള്ളൂ. അതും കുറച്ച് എളുപ്പമാണ് ആൾക്ക്. ആ നോക്കിക്കോ ആവേ. മണത്തോട്ടെ. ആ മണത്തോ. നല്ല നാരങ്ങയുടെ മണം. ലെമണാണോ? ലെമണാണോ? ആ തുറന്നു നോക്കിക്കോ. ലെമൺ. ലെമൺസ്. അടുത്തത് ഞാൻ ഈ മിഠായി. 7ാമത്തെ ഐറ്റം വെച്ചിട്ടുണ്ട് കേട്ടോ. 7ാമത്തെ അല്ല 8ാമത്തെ. എല്ലാം മാവ് കറക്റ്റായിട്ട് പറഞ്ഞു. അടുത്തത് നോക്കിക്കോ. ഉറപ്പിച്ചാ? ഇവിടെ എന്തോ ഇതുപോലെ ഗൈസ്, ഈ സാധനങ്ങളൊക്കെ വാവ നേരത്തെ കണ്ടതാണ് കേട്ടോ. അത് കാരണം ആൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. തുറന്നു നോക്കിക്കോ. എന്ത്? ഇവിടെ ഇതുള്ളതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാ ബീട്രൂട്ടിനും അതുണ്ടാ? ഇല്ല, പക്ഷെ ഇത് അരിഞ്ഞോണ്ട് ഇങ്ങനെ മനസ്സിലായി. അതാണ് ആള് നേരത്തെ എല്ലാത്തിൻ്റെയും കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും ഇതൊക്കെ എളുപ്പമുള്ള സാധനങ്ങളാണ്. ആ നോക്കിക്കോ. ഉറപ്പാണാ? ആ എന്നാ തുറന്നു നോക്കി. ഇനി 1 കൂടി ഉള്ളൂ കേട്ടാ. അതും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഒരു ഗിഫ്റ്റ്. എന്താ വേണ്ടേ? എന്നാലും ഫസ്റ്റ് ഐറ്റം വെച്ചിട്ടുണ്ട് കേട്ടാ. നോക്കിക്കോ. ആലോചിച്ച് നോക്ക്. ലാസ്റ്റ് ആയിട്ടാണ്. ഇത് ജയിച്ചാലാണ് സമ്മാനം കിട്ടുള്ളൂ. ഉറപ്പാണ്? ആലോചിച്ച് പറഞ്ഞാൽ മതിട്ടാ. ആ തുറന്നു നോക്കി. ആ അതെ ഗൈസ്, ലാസ്റ്റത്തെ സവാളയായിരുന്നു. നേരത്തെ ആള് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാനൊന്ന് മാറ്റി വെച്ച് നോക്കിയതാണ് കേട്ടോ, അതൊന്ന് തെറ്റിക്കാൻ വേണ്ടി. പക്ഷെ ആള് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു.
അപ്പോൾ ഈ ചലഞ്ചിൽ വാവ ജയിച്ചിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. ഇനി അടുത്ത ആഴ്ചയിൽ ഇതൊന്നും കാണിക്കാത്ത കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ഇതിൽ പുള്ളി കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു, അത് കാരണം പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ ആൾക്കിതൊക്കെ അറിയാം. അടുത്ത ആഴ്ച നമുക്ക് കുറച്ചും കൂടി ടഫായിട്ടുള്ളൊരു ചലഞ്ച് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഗായ്സ് ഞാൻ എല്ലാത്തിലും ജയിച്ചു. അപ്പൊ എനിക്ക് 10 ചോക്ലേറ്റ്സ് കിട്ടി. ഞാൻ കിച്ചണില് പോയപ്പോ കണ്ടായിരുന്നു ഇതെല്ലാം. ഇത് അച്ചായി വാങ്ങിച്ചോണ്ട് വന്നപ്പോ ഈ ചോക്ലേറ്റ്സ് എല്ലാം ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമല്ല ഫോളോ ചെയ്യണം. അപ്പൊ ബൈ ബൈ.